നമസ്കാരം. സൺഡേ വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു പായസമാണ്. ചക്കപ്പായസം, ചക്കപ്പഴം കൊണ്ടുള്ളൊരു പായസം. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. പഴുത്ത വരിക്കച്ചക്ക വളരെ ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തത് 1 കിലോ, ശർക്കര 1/2 കിലോ, 1.5 കപ്പ് വെള്ളം ഒഴിച്ച് അലിയിച്ചതിന് ശേഷം അരിച്ചെടുത്തതാണിത്. നാളികേരത്തിൻ്റെ 2ാം പാൽ 4 കപ്പ്, നാളികേരത്തിൻ്റെ 1ാം പാൽ 1 കപ്പ്. ഇതിനു വേണ്ടി 1 നാളികേരം ചിരകിയതാണ് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത്. ചവ്വരി വെള്ളത്തിലിട്ട് കുതിർത്തത് 3 ടേബിൾ സ്പൂൺ, കശുവണ്ടി 2ആയിട്ട് പിളർന്നത് 3/4 കപ്പ്, റേസിൻസ് 1/4 കപ്പ്, ഏലക്കാപ്പൊടി 2 ടീസ്പൂൺ, ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ, വെള്ളം 2 കപ്പ്, നെയ്യ് 3.5 ടേബിൾ സ്പൂൺ. ഒരു പാത്രത്തിൽ എടുത്തു വച്ചിരിക്കുന്ന 2 കപ്പ് വെള്ളം ഒഴിച്ച് തിളയ്ക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വരിക്കച്ചക്കയിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. വെള്ളമെല്ലാം വറ്റി ചക്ക ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നെയ്യിൽ നിന്നും 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ച് തീ കുറച്ച് വെച്ച് വേവിക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലോട്ടിനി എടുത്തു വച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ 2ാം പാൽ ഒഴിച്ച് കുക്ക് ചെയ്യുക. ഈ 2ാം പാലൊന്ന് കുറുകുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിലോട്ട് കുതിർത്ത് വച്ചിരിക്കുന്ന ചവ്വരിയിട്ട് മിക്സ് ചെയ്യുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇത് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി, ജീരകപ്പൊടി എന്നിവയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന 1ാം പാൽ ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇത് ഒത്തിരി തിളച്ചു പോകരുത്. ഇതൊന്ന് തിളച്ചു വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുക.
ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും റേസിൻസും വറുത്തെടുക്കാം. ഇതിനു വേണ്ടി ഒരു ഫ്രൈയിങ് പാനിൽ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ഇട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റേസിൻസും കൂടിയിട്ട് റോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കപ്പായസത്തിലോട്ടിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വളരെ സ്പെഷ്യലായിട്ടുള്ള ചക്കപ്പഴ പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ചൂടോടുകൂടിയോ തണുപ്പിച്ചോ സെർവ് ചെയ്യാം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ചക്കപ്പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ സ്പെഷ്യൽ പായസം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.